ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂന്നാറിൻ മലയിടുക്കിലൂടെ ട്രെയിൻ ഓടിയ കഥ. അതെ, നമ്മുടെ കേരളത്തിൽ ട്രെയിൻ ഗതാഗതം ഇല്ലാത്ത രണ്ട് ജില്ലകളാണ് വയനാടും ഇടുക്കിയും. എന്നാൽ ഒരു നൂറ്റാണ്ട് മുമ്പ് ഇടുക്കിയിലെ മൂന്നാറിൽ ട്രെയിൻ ഗതാഗതം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മലയാളികളുടെ അഭിമാനമായ സൗത്ത് ഇന്ത്യയുടെ കശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിൽ വിണ്ണിൽ നിന്നും കോടമഞ്ഞിറങ്ങുന്ന കണ്ണെത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും കണ്ട് ബ്രിട്ടീഷുകാരൻ്റെ കണ്ണ് അവിടെയും പതിഞ്ഞു. 1900-ൻ്റെ തുടക്കത്തിൽ മൂന്നാറിലെത്തിയ സായിപ്പ് നിലമ്പൂരിൽ നിന്നും തേക്ക് കടത്തിയ പോലെ കേരളത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും കറുത്ത പൊന്നും ഇഞ്ചിയും സുഗന്ധവ്യഞ്ജനങ്ങളും കപ്പൽ വഴി ബ്രിട്ടനിലെത്തിച്ച സായിപ്പിന് മൂന്നാറിൻ്റെ തേയിലയും സ്വന്തം നാട്ടിലെത്തിക്കാനുള്ള പദ്ധതി ആരംഭിച്ചു. സമുദ്രനിരപ്പിൽ നിന്നും 6500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാറിൻ്റെ മലയിടുക്കുകളിലൂടെ ഒരു റെയിൽ ഗതാഗതം എന്ന സ്വപ്നം GS ഗിൽ എന്ന് പറയുന്ന യുവ എഞ്ചിനീയറുടെ കൈകളിലായിരുന്നു ബ്രിട്ടീഷ് ഗവർണർ കൊടുത്തിരുന്നത്. തിരുവിതാംകൂർ രാജാവിൽ നിന്നും പാട്ടത്തിനെടുത്ത മൂന്നാറിൻ്റെ മലയിടുക്കുകളിൽ സൂപ്പർ ക്വാളിറ്റി തേയിലകൾ ബ്രിട്ടീഷുകാരൻ ഉൽപ്പാദിപ്പിച്ചെങ്കിലും അത് ബ്രിട്ടനിലേക്ക് കടത്താനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് തൂത്തുക്കുടി സീപോർട്ടായിരുന്നു. തൂത്തുക്കുടി മുതൽ ബോഡി നായ്ക്കന്നൂർ വരെ ഓൾറെഡി റെയിൽ ഗതാഗതം ഉള്ളത് കൊണ്ട് തന്നെ ഗിൽസിൻ്റെ അടുത്ത ലക്ഷ്യം മൂന്നാറിൽ നിന്നും ബോഡി നായ്ക്കല്ലൂർ വരെ എങ്ങനെ ട്രെയിൻ എത്തിക്കാമെന്നുള്ളതായിരുന്നു. അതിനായി ആദ്യം മൂന്നാറിൽ നിന്നും മാട്ടുപ്പെട്ടി പാലാ സ്റ്റേഷൻ വഴി ടോപ്പ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന സ്ഥലം വരെ ഒരു മോണോ റെയിൽ പദ്ധതിയായിരുന്നു ആദ്യം ആവിഷ്കരിച്ചിരുന്നത്. ടോപ്പ് സ്റ്റേഷനിൽ നിന്നും തേയിലപ്പെട്ടികൾ പിന്നീട് ലോവർ സ്റ്റേഷനിലേക്ക് റോപ്പ് വേ വഴിയായിരുന്നു കടത്തിയിരുന്നത്. ലോവർ സ്റ്റേഷനിൽ നിന്നും ബോഡി നായ്ക്കന്നൂർ എത്തിച്ചതിന് ശേഷം നിലവിലുള്ള റെയിൽപാത യൂസ് ചെയ്തുകൊണ്ട് തൂത്തുക്കുടി തുറമുഖത്തേക്കും പിന്നീട് ബ്രിട്ടനിലേക്കും കടത്തുക എന്നതായിരുന്നു പ്ലാൻ. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മൂന്നാറിൽ 4 സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മോണോ റെയിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മോണോ റെയിൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ 2 ട്രാക്കുകളല്ല, ഒരു സിംഗിൾ ട്രാക്കും ഒരു വശത്ത് വലിയൊരു വീലും ഘടിപ്പിച്ചുകൊണ്ടുള്ള വാഗണുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വാഗണുകളെ വലിക്കുന്നതിന് വേണ്ടി പ്രത്യേകം കാളകളെയും അതിനെ പരിചരിക്കുന്നതിന് വേണ്ടി വെറ്റിനറി ഡോക്ടർമാരെയും ബ്രിട്ടനിൽ നിന്നും ഇറക്കി. അങ്ങനെ കുണ്ടളവാലി റെയിൽവേ പ്രോജക്റ്റിന് തുടക്കം കുറിച്ചു. എന്നാൽ കൃത്യം 6 വർഷത്തിനു ശേഷം 1908-ൽ മോണോ റെയിൽ പദ്ധതിക്ക് പകരം നാരോ ഗേജിലേക്ക് മാറി. അതായത് 2 ട്രാക്കുകളുള്ള 1 മീറ്ററിനേക്കാളും കുറഞ്ഞ ഗേജിൽ ഓടുന്ന നാനോ ഗേജ് സിസ്റ്റത്തിലേക്ക് മാറി. ഒപ്പം കാളവണ്ടികൾക്ക് പകരമായി ബ്രിട്ടനിൽ നിന്നും സ്റ്റീം എഞ്ചിനുകളും തൂത്തുക്കുടി തുറമുഖം വഴി മൂന്നാറിൻ്റെ മലനിരകളിലേക്കെത്തി. നമുക്കിപ്പോൾ സുപരിചിതമായ ഇലക്ട്രിക് എഞ്ചിനുകൾ, ഡീസൽ എഞ്ചിനുകൾക്ക് മുന്നേ ഇന്ത്യൻ റെയിൽവേ വാണിരുന്ന സ്റ്റീം എഞ്ചിനുകൾ, അതായത് ആവിയന്ത്രങ്ങൾ, കൽക്കരി ഉപയോഗിച്ചുകൊണ്ടും വിറകുകൾ കത്തിച്ചുകൊണ്ടുമായിരുന്നു അന്നത്തെ ആവി എഞ്ചിനുകൾ പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെയാണ് കൽക്കരി തിന്നും തീവണ്ടി എന്ന പാട്ട് നമുക്ക് പരിചിതമായത്. അങ്ങനെ 1908 മുതൽ ഇടുക്കിയിലെ ഹൈ റേഞ്ചുകളിലും ആവി എഞ്ചിൻ്റെ ചൂളമടി ശബ്ദം സ്ഥിരം കേൾവിയായി മാറി. അങ്ങനെ മൂന്നാറിൽ നിന്നും മാട്ടുപ്പെട്ടി പാലാ സ്റ്റേഷൻ വഴി ടോപ്പ് സ്റ്റേഷൻ വരെയും അവധി ആഘോഷിക്കാനെത്തുന്ന ബ്രിട്ടീഷുകാരെ കൊണ്ട് തിരിച്ച് മൂന്നാറിലേക്കും ട്രെയിനുകൾ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ഇന്നും ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിസ്മയം എന്നറിയപ്പെടുന്ന കൊങ്കൺ റെയിൽവേ മെട്രോമാൻ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ കാടുകളും കുന്നുകളും ചെങ്കുത്തായ താഴ്വരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് കൂറ്റൻ ബ്രിഡ്ജുകളും ടണലുകളും ഉപയോഗിച്ച് കൊണ്ട് പൂർണ്ണമായും സജ്ജമായത് 1998-ൽ. അതിനും ഒരു നൂറ്റാണ്ട് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1908-ൽ മൂന്നാറിൻ്റെ ഹൈ റേഞ്ചുകളിലൂടെ തീവണ്ടികൾ കൂകിപ്പാഞ്ഞിരുന്നു. ഹിൽ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് റോപ്പ് വേകളും പാലങ്ങളും പാളങ്ങളും നിർമ്മിച്ച, എന്തിനേറെ വൈദ്യുതി പോലും ഉണ്ടായിരുന്ന ഈ മൂന്നാറിന് പിന്നീട് എന്ത് സംഭവിച്ചു?
1924 ജൂലൈ പകുതിയോടെ തുടങ്ങിയ കാലവർഷം 10 രാത്രിയും 10 പകലും നിർത്താതെ പെയ്തപ്പോൾ മൂന്നാറിന്റെ സ്വപ്നങ്ങളോടൊപ്പം ഒലിച്ചുപോയത് റെയിൽവേ മാത്രമായിരുന്നില്ല. ഒരുപക്ഷെ 2019 കവളപ്പാറ ദുരന്തം, 2020 പുത്തുമല ദുരന്തം, എന്തിനേറെ 2024 നടന്ന മുണ്ടക്കൈ ദുരന്തത്തെക്കാളും അതിഭയാനകരവും ഭീകരവുമായ ഒരു വെള്ളപ്പൊക്കത്തിന് അന്ന് മൂന്നാർ സാക്ഷിയായി. നഷ്ടത്തിന്റെ കണക്കെടുക്കാനോ എന്തിനേറെ മരിച്ചവരുടെയോ കാണാതായവരുടെയോ കണക്കുകൾ രേഖപ്പെടുത്താൻ പോലും അന്നത്തെ സർക്കാരുകൾക്ക് സാധിച്ചിരുന്നില്ല. 1924 ജൂലൈ മാസത്തിൽ മാത്രം 121 ഇഞ്ച് മഴ രേഖപ്പെടുത്തി. അതായത് 3 മീറ്ററോളം ഉയരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ. കൊല്ലവർഷം 1999, അതായത് മലയാള കലണ്ടർ പ്രകാരം 1999 ഈ ഒരു പ്രളയം നടന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും മലയാളക്കരയിൽ 99 പ്രളയം എന്ന് ഇതിനെ അറിയപ്പെടുന്നു. കുത്തിയൊലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലിൽ മാട്ടുപ്പെട്ടിയിലുണ്ടായിരുന്ന താൽക്കാലിക ബണ്ട് തകർന്നു. അതോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. കണ്ണെത്താ ദൂരത്ത് ഹരിതഭംഗിയാർന്ന് നിലനിന്നിരുന്ന തേയിലത്തോട്ടങ്ങളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഒലിച്ചില്ലാതെയായി. ഒപ്പം വെള്ളക്കാരൻ പണിത റെയിൽവേ ട്രാക്കുകളും ബ്രിഡ്ജുകളും തകർന്നു തരിപ്പണമായി. ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റീം എഞ്ചിനുകൾ ഉൾപ്പെടെ വാഗണുകളെല്ലാം കണ്ണെത്താ ദൂരത്തേക്ക് മറഞ്ഞുപോയി. 99 ഈ ഒരു വെള്ളപ്പൊക്കത്തോടുകൂടി മൂന്നാറിന്റെ പ്രൗഢിയും ഭംഗിയും വികസനവും എല്ലാം പതിയെ മങ്ങിത്തുടങ്ങി. എന്നാൽ ബ്രിട്ടൻ തന്നെ 1929 മൂന്നാറിന്റെ റീമേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അവർ റെയിൽവേയിൽ കൈവച്ചിട്ടുണ്ടായിരുന്നില്ല. നഷ്ടപ്പെട്ടു പോയ മൂന്നാറിന്റെ തേയിലത്തോട്ടങ്ങളും ഭംഗിയും ഒരു പരിധിവരെ അവർ തിരിച്ചുപിടിച്ചു. ഒരുപക്ഷെ റെയിൽവേ ട്രാക്കുകളും സ്റ്റേഷനുകളും എല്ലാം പുതുക്കി പണിയുന്നതിനുള്ള ഉയർന്ന ഭീമമായ ചിലവുകൾ ഓർത്തിട്ടോ, അതല്ലെങ്കിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിരുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളോ, അതുമല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 2ാം വ്യാവസായിക വിപ്ലവത്തിന്റെ ചുവട് പിടിച്ച് പതിയെ ബ്രിട്ടൻ മൂന്നാറിൽ നിന്നും പിൻവാങ്ങാൻ ഒരുങ്ങി. അതോടുകൂടി അവസാനിച്ചത് മൂന്നാറിന്റെ റെയിൽവേ സ്വപ്നങ്ങളുമായിരുന്നു. ഇന്നും കേരളത്തിൽ റെയിൽവേ ലൈനുകളില്ലാത്ത 2 ജില്ലകളായി ഒന്ന് വയനാടും ഇടുക്കിയും തുടരുന്നു. നഷ്ടപ്പെട്ടു പോയ കുണ്ടളവാലി റെയിൽവേ പ്രൊജക്ടിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും മൂന്നാറിൽ നമുക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ ടാറ്റ ടീയുടെ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് അന്നത്തെ മൂന്നാർ റെയിൽവേ സ്റ്റേഷനായിരുന്നു. അതേപോലെ പല അവശിഷ്ടങ്ങളും പല സ്ഥലങ്ങളിലായി മൂന്നാറിൽ നമുക്ക് ചിതറിക്കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇനിയുള്ള നിങ്ങളുടെ മൂന്നാർ യാത്രകളിൽ ഈ ഒരു ചരിത്ര സംഭവം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം മറ്റൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സപ്പോർട്ട് അസ്.